നമസ്കാരം. ബലാത്സംഗം നടത്താൻ കൊട്ടേഷൻ കൊടുക്കുക എന്നത് രാജ്യത്തെ തന്നെ അപൂർവമായ കേസുകളിൽ ഒന്നാണ്. ആ കേസിലെ വിധിയാണ് നാളെ വരുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി നാളെ വിധി പ്രസ്താവിക്കുമ്പോൾ ഉറ്റുനോക്കുന്നത് നടൻ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എന്നതാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറയുന്നത്. ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ അതിക്രമിച്ചു കയറി യുവനടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് കേസ്. നടൻ ദിലീപ് ഉൾപ്പെടെ 10 പ്രതികളാണ് കേസിലുള്ളത്. പെരുമ്പാവൂർ സ്വദേശി പൾസർ സുനിയാണ് ഒന്നാം പ്രതി. 2017 ഫെബ്രുവരി 17 വൈകിട്ട് സിനിമാ ഷൂട്ടിങ്ങിനായി തൃശൂരിൽ നിന്നും എറണാകുളത്ത് വരുന്നതിനിടയിലാണ് നടി ആക്രമിക്കപ്പെടുന്നത്. ലാൽ ക്രിയേഷൻസ് എന്ന നിർമ്മാണ കമ്പനി ഏർപ്പാട് ചെയ്ത SUV-യിലാണ് നടി കൊച്ചിയിലേക്ക് വന്നത്. ഈ വാഹനമോടിച്ച മാർട്ടിൻ കേസിൽ 2ാം പ്രതിയാണ്. ആലുവ അത്താണിയിൽ വെച്ച് മുഖ്യപ്രതി പൾസർ സുനി ഓടിച്ച ടെമ്പോ ട്രാവലർ SUV-യിൽ ഇടിക്കുകയും തുടർന്ന് സുനി വാഹനത്തിൽ അതിക്രമിച്ചു കയറി നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. സംഭവത്തിന്റെ ഗൂഢാലോചനയിലാണ് ദിലീപ് പ്രതിയാകുന്നത്. 8ാം പ്രതിയാണ് ദിലീപ്. കേസിൽ ജൂലൈ 10 ദിലീപ് അറസ്റ്റിലായി. 85 ദിവസത്തിന് ശേഷം 2017 ഒക്ടോബർ 3 ദിലീപിന് ജാമ്യം കിട്ടിയത്. സിനിമയെ വെല്ലും വിധമുള്ള ട്വിസ്റ്റിനൊടുവിലായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് അറസ്റ്റിലാകുന്നത്. കേസിന്റെ തുടക്കത്തിൽ പൾസർ സുനിയും സംഘവും മാത്രമാണ് പ്രതികളെന്നായിരുന്നു കരുതപ്പെട്ടത്. എന്നാൽ പിന്നാലെ വലിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ടെന്ന തരത്തിലുള്ള സംശയങ്ങൾ ശക്തമായി. ദിലീപിന്റെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ തന്നെയായിരുന്നു ആദ്യ സംശയം ഉന്നയിച്ചത്. നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ താരസംഘടനയായ അമ്മയുടെ പരിപാടിക്കിടയിലായിരുന്നു മഞ്ജു ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് സംശയം പങ്കുവച്ചത്. ഇതോടെ ദിലീപിലേക്ക് സംശയങ്ങൾ നീണ്ടു. നടിയോടുള്ള വൈരാഗ്യത്തിന്റെ കഥകളടക്കം പുറത്തുവന്നു. എന്നാൽ അതേസമയം തന്നെ തകർക്കാൻ ശത്രുക്കൾ പറഞ്ഞു പരത്തുന്ന ആരോപണം മാത്രമാണ് ഇതെന്നായിരുന്നു ദിലീപിന്റെ ആദ്യ പ്രതിരോധം. ആ സമയത്ത് ദിലീപിനെതിരെ കാര്യമായ തെളിവുകൾ പോലീസിന് മുന്നിലും ഉണ്ടായിരുന്നില്ല. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ആ കേസിൽ ട്വിസ്റ്റ് സംഭവിച്ചു. 1ാം പ്രതിയായ പൾസർ സുനി ആദ്യഘട്ടത്തിൽ ദിലീപിനെതിരെ മൊഴി നൽകിയിരുന്നില്ല. കൊട്ടേഷൻ നൽകിയത് ദിലീപ് എന്നതിന് വ്യക്തമായ സൂചനകളടങ്ങിയ കത്ത് പൾസർ സുനി സഹതടവുകാരനെ കൊണ്ട് എഴുതിച്ചതോടെയാണ് കേസിൽ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. സഹതടവുകാരനായ വിഷ്ണു സനിലിനെ കൊണ്ടായിരുന്നു സുനി ആ കത്ത് എഴുതിപ്പിച്ചത്. 4ാം പ്രതിയായ വിജീഷ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് പിന്നാലെയായിരുന്നു സുനിയുടെ നീക്കം. അപായപ്പെടുമെന്ന ഭയമായിരുന്നു സുനിയുടെ കത്തിന് പിന്നിൽ. ദിലീപിനെതിരെ ഗുരുതര ആരോപണമായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത്. നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ പറഞ്ഞുറപ്പിച്ച 1.5 കോടി വേണമെന്നും സുനി കത്തിലൂടെ ആവശ്യപ്പെട്ടു. ഈ കത്താണ് പ്രതിരോധമെന്ന നിലയിൽ ദിലീപ് പോലീസിന് കൈമാറിയത്. തനിക്കെതിരെ പൾസർ സുനി വലിയ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് കാണിച്ച് അന്നത്തെ പോലീസ് മേധാവിയായ ലോക്നാഥ് ബെഹ്റയ്ക്കാണ് ദിലീപ് പരാതി നൽകിയത്. ഈ കത്തിന്റെ പകർപ്പും നൽകി. ആ പരാതി IG-ക്ക് കൈമാറിയ DGP എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഈ അന്വേഷണത്തിനൊടുവിലാണ് ദിലീപ് കുരുക്കിലായത്. അന്വേഷണ സംഘം ജയിലിലെത്തി ചോദ്യം ചെയ്തതോടെ ദിലീപിന് കുരുക്കുമുറുകുന്ന അവസ്ഥയായിരുന്നു. പൾസർ സുനി പോലീസിന് മൊഴി നൽകി. ഈ കത്തിന്റെ പകർപ്പ് പിന്നീട് കോടതിയിൽ വെച്ച് തന്റെ അമ്മയ്ക്കും സുനി നൽകിയിരുന്നു. അന്നവർ ഇത് പുറത്തുവിട്ടിരുന്നു. വളരെ ചടുലമായ നീക്കമായിരുന്നു ദിലീപിനെതിരെ പോലീസ് നടത്തിയത്. ആദ്യം നടനെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. 11 മണിക്കൂറോളമായിരുന്നു ചോദ്യം ചെയ്യൽ. താൻ വളരെ കോൺഫിഡന്റ് ആണെന്നായിരുന്നു മൊഴിയെടുത്തതിന് ശേഷം ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. എന്നാൽ ആ ആത്മവിശ്വാസത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ദിലീപിന് പൾസർ സുനിയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ചിത്രങ്ങളടക്കം ഇതിനിടയിൽ വന്നു. ഒടുക്കം അറസ്റ്റിലായി അഴിക്കുള്ളിലേക്ക്. ഏകദേശം 85 ദിവസത്തോളമാണ് ദിലീപ് ജയിലിൽ കഴിഞ്ഞത്. പലതവണ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. പിന്നീട് കർശന നിയമങ്ങളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. കേസിൽ ഗൂഢാലോചന കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്.